നീ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന അസാധ്യതയില്ലാത്തത്, ഹല്ലേലൂയ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഇതുപോലെ പറഞ്ഞ് വിലപിക്കുന്ന എന്നെ നിന്നെ നോക്കി തമ്പുരാൻ പറയുക, കരഞ്ഞതും മതി. നിന്റെ വാഗ്ദത്തങ്ങളെ ചുമന്നുകൊണ്ട് ഹല്ലേലൂയ അവൻ കടന്നു വരുന്നു. ഹല്ലേലൂയ. ആ സ്ത്രീയുടെ കൂടെ വന്നവരെ നോക്കിയാലും സാധ്യതയോ ഇനിയോ എല്ലാം അസ്തമിച്ചു. പക്ഷെ യേശുവിൻ്റെ കൂടെ വന്ന് ഇവിടെ മരണത്തിൻ്റെ പാട്ടൊക്കെ പാടി ഒരു കൂട്ടം ആളുകൾ വരുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ പലരെയും വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇന്നടുത്തൊരു ആരാധനയുണ്ട്. നമ്മൾ അതൊന്ന് ഇമാജിൻ ചെയ്യണം. അതുപോലെ നൈലെ വിധവയെ പോലെ വിഷയങ്ങളുമായി ചുമന്നുകൊണ്ട് വന്ന പലരും ഇന്ന് പകൽക്കാലമുണ്ട്. പലരെയും വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നിലവിളിച്ച് വന്നവരുണ്ട്. മറുവശത്ത് ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെയും ചുമന്നുകൊണ്ട് വരുന്നുണ്ട്, യേശുവിനെയും ഉയർത്തിക്കൊണ്ട് വരുന്നു. അപ്പം മരിച്ച ഒരു യുവാവും ജീവന്റെ തുടുപ്പാകുന്ന ഒരു യുവാവും കൂടെ ആ പട്ടണവാതിക്കൽ കൂട്ടിമുട്ടുന്നു. പലപ്പോഴും ഇന്ന് പകൽക്കാലം ആരാധനയില്ല ചില വിഷയങ്ങളുമായി നമ്മൾ കൂട്ടിമുട്ടുവാൻ പോകുന്നു. എൻ്റെ വിഷയത്തിൻ്റെ പഴക്കത്തെ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന് വിഷയമല്ല. നിന്റെ രോഗത്തിൻ്റെ പഴക്കത്തെ എൻ്റെ ദൈവത്തിൻ്റെ വിഷയമല്ല. നിന്നെ ഒതുക്കിക്കളഞ്ഞ വിഷയങ്ങളെ എൻ്റെ ദൈവത്തിൻ്റെ വിഷയമല്ല. ഇന്ന് ആ വിഷയങ്ങളെ എൻ്റെ അരുമനാഥൻ്റെ കരം തൊടുവാൻ പോകുന്നു. ദൈവത്തെ തൊട്ടവരും ദൈവം തൊട്ടവരും ഒരുപോലെ ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചതാ. ആ ഒരു ആത്മാവിന്റെ വാഞ്ചയോടെ നമ്മളെ ഒതുക്കിക്കളഞ്ഞ ചില മേഖലകളെ ഹല്ലേലൂയ ആ വിധവയുടെ വിഷയത്തെ പോലെ നമ്മളെ പുറകോട്ട് വലിച്ച ചില വിഷയങ്ങളെ ഇത് പകൽക്കാലം വഹിച്ച അത് ഇവിടുന്ന് ആരാധിച്ച് ഇപ്പം നമ്മുടെ മനസ്സ് ഫ്രീയാ. പിന്നെ നമ്മളതിനെ ചുമന്നോട് വീട്ടിലോട്ട് പോകും. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ മണ്ഡലത്തെ വെട്ടണം. ഇന്ന് പകൽക്കാലം അവൻ്റെ ആ വചനത്തിൻ്റെ ശക്തി പോലെ നമ്മൾ ബലപ്പെടണം.